നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെയാണ്. നിറത്തിലോ തൂക്കത്തിലോ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ പിന്നീട് വളർന്നു വരുമ്പോൾ അവരിൽ ചിലർ മികച്ച ഡോക്ടർമാരോ മാതൃകയായ നല്ല വ്യക്തികളോ ആയിട്ട് മാറുന്നുണ്ട്. അതേസമയം തന്നെ മറ്റു ചിലർ സമൂഹത്തിന് വലിയൊരു ഭീഷണിയാവുന്നു. ലഹരിക്കടിമപ്പെടുകയും ക്രിമിനൽ ചിന്താഗതികളിലേക്ക് തിരിയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ രണ്ട് തരത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നത്? ഇത് അവരുടെ DNA അല്ലെങ്കിൽ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് വരുന്നതാണോ? ഒരിക്കലുമല്ല. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ജനനത്തിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഗർഭാവസ്ഥയുടെ 3-ാം ആഴ്ച മുതൽ തന്നെ ഭ്രൂണത്തിൽ ന്യൂറോണുകൾ അല്ലെങ്കിൽ മസ്തിഷ്ക കോശങ്ങൾ രൂപപ്പെടാൻ വേണ്ടി തുടങ്ങും. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവും കുഞ്ഞിന്റെ തലച്ചോറിലെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ക്യാരക്ടർ ഫോർമേഷൻ ഗർഭകാലത്ത് തന്നെ തുടങ്ങുന്നു എന്ന് മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. ജനിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ആദ്യത്തെ 2 വയസ്സ് വരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ സമയത്താണ് കുട്ടിയുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്നത്. ഏകദേശം 10 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ 80% രൂപപ്പെടുന്നത്. ഈ നിർണായകമായ വർഷങ്ങളിൽ കുട്ടിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളാണ് അവന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഒരു കുട്ടിയെ വളർത്തുന്നത് ഒരു ചെടി നട്ടുപിടിപ്പിച്ച് വളർത്തുന്നത് പോലെ തന്നെയാണ്. ചെടിക്ക് ആവശ്യമായ വായുവും വെള്ളവും വളവും നൽകാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികൾക്ക് നല്ല വസ്ത്രവും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്നത് ഈ വളം നൽകുന്നത് പോലെ തന്നെയാണ്. എന്നാൽ വെറും വളം മാത്രം മതിയോ? ആ ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ അനാവശ്യമായിട്ടുള്ള പുല്ലുകളും കളകളും വളർന്നുണ്ടോ എന്ന് നോക്കണം. അതിനെ നശിപ്പിക്കാൻ കീടങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി അത് മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വവും നമ്മുടേതാണ്. കുട്ടികളുടെ ജീവിതത്തിലും ഇതുപോലെ കളകളും കീടങ്ങളും ഒക്കെ വരാം. വളം നൽകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യസമയത്ത് കീടനാശിനിയുടെ ഉപയോഗം എന്നുള്ളത്. അതായത് കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന ദൂഷ്യവശങ്ങളെയും മോശം സാഹചര്യങ്ങളെയും കൃത്യസമയത്ത് നിരീക്ഷിച്ച് തിരുത്തണം. എങ്കിൽ മാത്രമേ അതൊരു നല്ല മരമായി വളരുകയും നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും. പല മാതാപിതാക്കളും എന്ന് വിചാരിക്കുന്നത് കുട്ടികൾക്ക് ഒരു അപകടം ഉണ്ടാകുന്നത് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ അപരിചിതരിൽ നിന്നാണെന്നാണ്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? കൂടെ പഠിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, അല്ലെങ്കിൽ അമ്മാവന്മാർ, ബന്ധുക്കൾ, അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾ, ഇങ്ങനെ നമ്മുടെയും കുട്ടിയുടെയും വിശ്വാസം നേടിയെടുക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ചതിക്കുന്നത്. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും നമ്മൾ ഇനിയും അന്ധമായ അത്തരക്കാരെ വിശ്വസിക്കുന്നത് എന്തിനാണ്? ഓർക്കുക, ഇത്തരം കാര്യങ്ങളിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, ഒരമ്മ കോഴിയെ പോലാണ്. ഒരു പരുന്തോ പാമ്പോ വരുന്നത് കണ്ടാൽ അമ്മ കോഴി എങ്ങനെയാണ് തൻ്റെ കുഞ്ഞു കോഴികളെ അതിൻ്റെ ചിറകടിയിൽ ഒതുക്കി ഒരു സംരക്ഷണ വലയം തീർക്കുന്നത്? അതുപോലെയുള്ള ഒരു ജാഗ്രത ഇന്ന് മാതാപിതാക്കൾക്ക് ഉണ്ടായേ തീരും. പല മാതാപിതാക്കളും ഇന്ന് 4 വഴിയിലൂടെയും പൈസ സമ്പാദിക്കാനും സ്വന്തം വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ ഈ അവരുടെ അശ്രദ്ധ കൊണ്ട് അടുത്തൊരു തലമുറയെ ജീവിതാവസാനം വരെ വേട്ടയാടുന്ന ഒരു വലിയൊരു ട്രോമയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പണം ഉണ്ടാക്കേണ്ടെന്നല്ല, പണം നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷെ കുട്ടിക്കാലത്ത് അവർക്ക് നഷ്ടപ്പെടുന്ന സുരക്ഷിതത്വവും മാനസികാരോഗ്യവും പിന്നീട് എത്ര പണം കൊടുത്താലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ അച്ഛനും അമ്മയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാം. തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. കുട്ടികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അത് ആദ്യം ഒന്ന് പറയാനുള്ള ഇടം വീടായിരിക്കും. അച്ഛനടിക്കും, അമ്മ വഴക്ക് പറയുമെന്ന ഭയം അവരിൽ ഉണ്ടാകരുത്. അമിത വിശ്വാസം അരുത്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും അന്ധമായി വിശ്വസിച്ച് കുട്ടികളെ അവരുടെ കൂടെ തനിച്ചാക്കി പോകരുത്. നോ പറയാൻ പഠിപ്പിക്കുക. തങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിൽ ആര് പെരുമാറിയാലും ധൈര്യത്തോടെ നോ പറയാൻ കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുക. നിരന്തരമായ നിരീക്ഷണം. കുട്ടികളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള ദേഷ്യം, വാശി, ഒറ്റപ്പെടൽ എന്നിവ ശ്രദ്ധിക്കുക. ക്വാളിറ്റി ടൈം കണ്ടെത്തുക. ദിവസവും കുറച്ച് സമയമെങ്കിലും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ചുകൊണ്ട് മക്കളോടൊപ്പം ചെലവഴിക്കുക. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക. മാതാപിതാക്കളെ അധ്യാപകരല്ല ഒരു കുട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാകേണ്ടത്. നമ്മുടെ കുട്ടികൾ ഒരു കളിമണ്ണ് പോലെയാണ്. അവരെ നല്ലൊരു ശില്പമാക്കണോ അതോ ഉടച്ചു കളയണോ എന്നത് നമ്മുടെ കൈകളിലാണ്. പണത്തിന് പുറകെ ഓടുന്ന തിരക്കിൽ മക്കളുടെ ചിറകുകൾ ഒടിഞ്ഞു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. അവർക്ക് ഭയമല്ല, ധൈര്യമാണ് വേണ്ടത്.